പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. എന്ന ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണമെന്ന് ഈ നിരൂപണം ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആകുന്നു. ഇവിടെ നമുക്ക് ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ യിരെമ്യാവാണ് ഹല്ലേലൂയ ഈ ഇത് എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യിരെമ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ അരുളപ്പാട് ദൈവം കൊടുത്ത ശേഷം ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ജനത്തോട് ദൈവം ആശ്വസിപ്പിക്കുന്ന, അവരുടെ കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിക്കുമെന്നും നിങ്ങൾക്കൊരു പ്രത്യാശിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട, അതായത് ആശയോടെ നിങ്ങൾക്ക് ജീവിക്കുന്ന, നിങ്ങൾക്ക് ശുഭതയുള്ള ഒരു സംവത്സരം ഉണ്ടെന്നും ഒരു സമയമുണ്ടെന്നും ദൈവത്തിന്റെ പ്രവാചകനിലൂടെ കേട്ട് ദൈവജനത്തെ അറിയിക്കുന്ന ഒരു സന്ദേശമാണ് നമുക്കിവിടെ കേൾക്കുവാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വേദനയോടെ ഭാരത്തോടെയൊക്കെ ആയിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്കൊരു ശുഭഭാവി ഉണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി ഉണ്ട്. ഒരു പ്രത്യാശിക്കുന്ന എന്ന് വെച്ചാൽ എനിക്കെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും, എനിക്കെന്ന് എൻ്റെ ഭാരങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് എന്ന് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയും, എന്ന് എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാവാൻ കഴിയും. എന്നും എനിക്ക് കണ്ണുനീരാണോ? എന്നും എനിക്ക് വേദനയാണോ? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഹല്ലേലൂയ എനിക്ക് കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ലല്ലോ, എനിക്കൊരു സമാധാനമുള്ള ജീവിതമില്ലല്ലോ, സന്തോഷം എനിക്ക് ലഭിക്കുന്നില്ലല്ലോ, നാളുകളായി ഞാൻ കരയുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ലെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ, ഈ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ, ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുന്നെങ്കിൽ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന തന്നെയാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം ഇന്ന ദൈവം അറിയുന്നു. അപ്പൊ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. അതായത് ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ശുഭതയുണ്ട്, ശുഭഭാവിയുണ്ട്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു സന്ദേശമുണ്ട്, ആഗ്രഹമുണ്ട്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഈ യിരെമ്യാവ് ഇത് ദൈവജനത്തോട് പറയുമ്പോൾ യിരെമ്യാവും കൂട്ടനും ആയിരിക്കുന്നത് ബാബേൽ പ്രവാസത്തിലാണ്. ബാബേൽ പ്രവാസത്തിൽ നിന്നുകൊണ്ട് അവിടെയുള്ള ജനത്തോട് പ്രവാസികളാക്കി, അടിമകളാക്കി കൊണ്ടുവന്ന ഈ പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് സ്വന്തം ഇഷ്ടങ്ങളില്ല. അവരെ കൊണ്ടിട്ടിരിക്കുന്ന ആ ദേശത്തിന്റെ അവിടെ അധികാരികളുടെ ഇഷ്ടമാണ് അവർ ചെയ്യുക. അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയില്ല, സ്വന്തമായി പുറത്തിറങ്ങുവാൻ കഴിയില്ല. ഒന്നും കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇടാൻ കഴിയില്ല, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ കഴിയില്ല. യാതൊരു തരത്തിലുള്ള പുറമേയുള്ള സന്തോഷങ്ങളോ അവർക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പ്രശ്നസങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ ജനത്തെ വളരെ വേദനയോടും ഭാരത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ജനം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കേൾക്കുവാൻ കഴിഞ്ഞത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ അതായത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഉണ്ട്, അത് വരും. പക്ഷെ ഇന്നത്തെ ഈ കഷ്ടത, ഇന്നത്തെ ഈ അടിമത്തം, ഇന്നത്തെ ഈ വേദന, ഇന്നത്തെ ഈ ഭാരം, നിരാശകൾ, കയ്പിന്റെ അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നാളുകളൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ മാറിപ്പോയി നിങ്ങൾക്കൊരു പ്രത്യാശയുള്ള ഒരു ശുഭഭാവി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവസാനിക്കത്തില്ല. പകരം എന്ത് ചെയ്യാ, നിങ്ങൾക്കൊരു ശുഭതയുണ്ട്, ശുഭഭാവി ഉണ്ട്. അതിലേക്ക് നിങ്ങൾ ചെന്നെത്തുക തന്നെ ചെയ്യും. ഇവിടെ പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം, അതേ വരിക തന്നെ ചെയ്യും. ശുഭഭാവി വരിക തന്നെ ചെയ്യും. അത് വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ യഹോവയാണ്. ആരായി സംസാരിക്കുന്നത്? ദൈവമാണ് സംസാരിക്കുന്നത്. നമ്മോട് കർത്താവ് സംസാരിക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ ജനമാണ്. നിങ്ങൾ ഇന്നത്തെ അടിമത്തമാണെങ്കിലും ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കും. നിങ്ങൾ പുറത്തു വരും, നിങ്ങളെ സ്വന്തം ദേശത്ത് പോകും, നിങ്ങൾ പ്രവാസികളെന്ന നിങ്ങളുടെ പേര് മാറിപ്പോകും, നിങ്ങൾ അടിമകളെന്ന പേര് മാറിപ്പോകും.
ആമേൻ ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഭാരം എന്ന് പറയുന്ന വേദന മാറിപ്പോകും. ആമേൻ. അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു ഹല്ലേലൂയ മേഖല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നൽകുവാനിടയാകും. അതിന് 12-ാം വചനം വായിക്കുമ്പോൾ, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഒന്ന്, നിങ്ങൾ എന്നോട് അപേക്ഷിക്കണം. എന്ത് ചെയ്യും? ഇന്നത്തെ അവസ്ഥകൾ എനിക്ക് നിങ്ങൾക്ക് വിടുതൽ നൽകണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അപേക്ഷിക്കണം. അപ്പൊ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാം. എങ്ങനെയും പ്രാർത്ഥിച്ചാൽ പോരാ, എവിടെയെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവമുഖം അന്വേഷിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ഇവിടെ പറയുകയാണ്, ആമേ, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയും ആമേ നിങ്ങളെ ഞാൻ വിടുവിക്കുകയും ചെയ്യുമെന്ന്. ആമേൻ. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, പലപ്പോഴും വിടുവിക്കണേ നാം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായാണോ നാം പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ വിഷയങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താണോ നാം പ്രാർത്ഥിക്കുന്നത്? വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്, ഇന്നത്തെ അവസ്ഥകൾക്ക് പരിഹാരമുണ്ട്. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന നിയമമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. പൂർണ്ണമായും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഹൃദയത്തിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകും. തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അങ്ങ് മാത്രമാണ് ഞങ്ങളെ വിടുവിക്കുന്നത്, അങ്ങല്ലാതെ ഒരു ദൈവമില്ല, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് ദൈവത്തോട് പറയുകയും പൂർണ്ണമായി കർത്താവിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വിടുതലുകൾ നിങ്ങളെ തേടി വരിക ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഉണ്ടാകുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ യിരെമ്യാ പ്രവാചകൻ ജനത്തോട് പറയുന്ന ഒരു ഭാഗമാണ്. പ്രവാസത്തിലായിരിക്കും. നമുക്കറിയാം, പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ഇഷ്ടമില്ല, ഒന്നുമില്ല, അവരുടെ ആഗ്രഹങ്ങളില്ല. പലപ്പോഴും നാമും നമ്മുടെ ചില സാഹചര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ, ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, സ്വന്തമായി ഒരു 10 പൈസ പോലും നമ്മുടെ കരങ്ങളിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാൻ കഴിയാത്ത മനോവിഷമത്തിലൂടെ കടന്നു പോകുന്നവരില്ലേ? ഹല്ലേലൂയ. ഞങ്ങളെ സ്വന്തമായി നിയന്ത്രിച്ച് ആ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പോലെ അടിമത്തത്തിലൂടെ കടന്നുപോയി സ്വന്തം ഇഷ്ടങ്ങൾക്ക്, സ്വന്തം സഹോദരങ്ങളെ കാണുവാനോ സ്വന്തം മാതാപിതാക്കളെ കാണുവാനോ കഴിയാതെ എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര പ്രിയപ്പെട്ടവർ അല്ലെ വേദനയോടെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു അടിമത്തത്തിന്റെ അനുഭവമല്ലേ? ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. ഹല്ലേലൂയ. എന്നാൽ പിന്നെയും നാം എന്ത് ചെയ്യുക? പലപ്പോഴും നമ്മുടെ ശത്രുവായവൻ വാണ്, അല്ലെങ്കിൽ നിങ്ങളെ പിശാച് വാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പിശാച് വാണ്. അവൻ നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ് നിങ്ങളെ പ്രവാസത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുവാൻ കഴിയുന്ന, അനുഭവിച്ചറിയുന്നവനല്ലേ പ്രിയപ്പെട്ടവരെ? പക്ഷെ ദൈവം നിങ്ങളോട് പറയുകയാണ്, ഇന്നത്തെ അവസ്ഥകൾക്ക് മാറും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രതിസന്ധികൾ മാറും പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കണ്ണുനീരുകൾ മാറിപ്പോകാനിടയാകും. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ എന്ത് ചെയ്യുക? തുടരുകയാണ്. പക്ഷെ പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. പ്രാർത്ഥന നിർത്താതിരുന്നാൽ നിങ്ങൾ ദൈവപ്രവൃത്തികളെ കാണും. ഹല്ലേലൂയ. ഇതിനൊക്കെയും ഒരു വിശാലതയും നൽകും. അത്ഭുത കർത്താവ് ചെയ്യും. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.